കോൺഗ്രസിനെ മൊത്തത്തിൽ പൂട്ടിക്കെട്ടാനൊരുങ്ങി ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകളെല്ലാം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി പാർട്ടി ട്രഷറർ അജയ് മാക്കൻ അറിയിച്ചു. കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും 210 കോടി രൂപ തിരിച്ചുപിടിക്കാനാണ് ആദായ നികുതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിന് ബാങ്കുകൾ വഴി ചെക്കുകൾ പോലും മാറാനാകുന്നില്ലെന്നാണ് അജയ് മാക്കൻ പറയുന്നത്. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിട്ടതാണ് തിരക്കിട്ട നടപടിക്ക് കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സാധാരണക്കാരിൽ നിന്നും പിരിവ് നടത്തി സമാഹരിച്ച പണമാണ് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആദായ നികുതി അടയ്ക്കാൻ 45 ദിവസം വൈകിയതിനാലാണ് നടപടി. 2018-19 ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതുകാരണം കറണ്ട് ബില്ല് അടയ്ക്കാനോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ സാധിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പാർട്ടിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന നടപടി കോൺഗ്രസ് ആരോപണമുന്നയിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആദായ നികുതി വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് അജയ് മാക്കൻ ആരോപിക്കുന്നത്. ലഭിച്ച ഫണ്ടുകൾക്കനുസരിച്ച് ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചില്ലെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. എന്നാൽ ഇലക്ടറൽ ബോണ്ടുകൾക്കെതിരെ CPMന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയിലുള്ള ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസിനെതിരെയുള്ള നടപടിയെന്നും വിമർശനമുയരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഫണ്ട് ശേഖരിക്കാനുള്ള മാർഗമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇലക്ടറൽ ബോണ്ട് വിവരാവകാശ നിയമത്തിന് എതിരും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ജസ്റ്റിസ് AY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. കള്ളപ്പണം തടയുവാനാണ് ഇലക്ടറൽ ബോണ്ട് എന്ന കേന്ദ്ര സർക്കാർ വാദത്തിന് കോടതി അംഗീകരിച്ചില്ല. അതിന് ഇതിലും നല്ല മാർഗങ്ങൾ നോക്കുവാനാണ് കോടതി നിർദ്ദേശിച്ചത്. 2018 മുതൽ നിലവിലുള്ള ഇലക്ടറൽ ബോണ്ടിലൂടെ BJPക്ക് ലഭിച്ച ഫണ്ട് 5271 കോടി രൂപയാണ്. കോൺഗ്രസിന് ലഭിച്ചത് 952 കോടി രൂപയും. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയടക്കം ബാധിക്കുന്ന നടപടിയിലൂടെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നില്ലെന്നും ഏക പാർട്ടി ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും അജയ് മാക്കൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടിയുടെ 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഇന്നലെയാണ് കോൺഗ്രസിന് ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റു തയ്യാറെടുപ്പുകൾ നടത്താനും സാധിച്ചില്ല. അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇലക്ടറൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയ നടപടിയിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തെ ഹോളിവുഡിലെ സ്റ്റാർ വാർസ് സിനിമകളിലെ വില്ലന്മാരോട് ഉപമിച്ചാണ് സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ എക്സിൽ അഭിപ്രായം പങ്കുവച്ചത്. മോദിയുടെ ഭീഷണികളെ കോൺഗ്രസ് ഭയപ്പെടില്ലെന്ന് ഡെമോക്രസി അണ്ടർ അറ്റാക്ക് എന്ന ഹാഷ്ടാഗിൽ രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. നേരത്തെ കരുതി വെച്ചിരുന്ന ഒരായുധം പ്രതിരോധത്തിലായപ്പോൾ BJP എടുത്തു പ്രയോഗിച്ചു എന്ന് തന്നെയാണ് വിഷയത്തിൽ പരക്കെ ഉയരുന്ന അഭിപ്രായം.